ഭരണകൂട ഭീകരത എന്നത് നാം പലപ്പോഴും കേൾക്കുന്നതാണ് ജീവിതത്തിൽ. മോദി സർക്കാരിനെതിരെയൊക്കെ എത്ര തവണ ഇത് ഉയരുന്നു. എന്നാൽ ഭരണകൂട ഭീകരത എന്ത് എന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള ഒരു കുടുംബത്തിന്റെ കഥ കേൾക്കണം, അല്ലെങ്കിൽ അറിയണം. ഭരണഘടനയിൽ നിന്ന് ഉൾപ്പെടെ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞ് ഒരു സമഗ്രാധിപത്യ കേന്ദ്രമായി മാറിയെങ്കിലും ഉത്തര കൊറിയ ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇടതുപക്ഷ രാജ്യമാണ് എന്നാണ്. സോവിയറ്റ് യൂണിയനോട് ചേർന്ന് കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞായിരുന്നു തുടക്കം. ക്യൂബ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളോടാണ് കൂട്ട്. ഇപ്പോൾ ഏതായാലും ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ കീഴിൽ ഒറ്റപ്പെട്ടും പേടിച്ചും കഴിയുകയാണ് ആ രാജ്യത്തെ ജനത എന്നതാണ് വസ്തുത. ബാഹ്യലോകവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഇനി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ജീവൻ എടുക്കലാണ് ശിക്ഷ. നാട് കടന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതിനും ഭരണകൂടം സമ്മതിക്കില്ല. ഈ ഭീകരതയ്ക്കിടയിലും ഉത്തര കൊറിയയിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട കുടുംബത്തിന്റെ ജീവിതം അറിഞ്ഞാൽ ആ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന്, എത്രത്തോളം ഭയജനകമാണ് എന്ന് ഏതാണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരായ കിങ് ഇൽ ഹ്യോക്കും കി ഇൽ ഹ്യോക്കും 10 വർഷം ആസൂത്രണം ചെയ്തിട്ടാണ് അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയാനായത്. ഉത്തര കൊറിയ ജീവിക്കാൻ പറ്റിയ ഇടം അല്ല എന്ന തിരിച്ചറിവിൽ ഇവരുടെ അച്ഛൻ തന്നെ നാടുവിടാൻ ആലോചിച്ചിരുന്നു. പക്ഷേ സർക്കാരിനെ പേടിച്ച് ഒന്നും ചെയ്യാനായില്ല. ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തിയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉപജീവനം. ഇത്തരത്തിൽ മുന്നോട്ടു പോകവേ ഇടയിൽ എപ്പോഴോ ചൈനയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ടിവിയിൽ താൽക്കാലിക ആന്റിന പിടിപ്പിച്ച് ഇവർ തങ്ങളുടെ രാജ്യത്തിന് പുറത്തുനിന്നുള്ള ദക്ഷിണ കൊറിയയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പരിപാടികൾ കാണുമായിരുന്നു. അവിടുത്തെ ജീവിതം കണ്ട് സത്യത്തിൽ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അമ്പരന്നു. തങ്ങൾക്ക് വിലക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു എത്രത്തോളമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ അവർ ഒരേ സമയം തളർന്നു പോവുകയും മോഹിച്ചു പോവുകയും ചെയ്തു. വലിയ തയ്യാറെടുപ്പ് നടത്തി നാടുവിടാൻ സ്വയം വഴി കണ്ടെത്താൻ അവർ ശ്രമം ആരംഭിച്ചു. അച്ഛൻ ജീവിച്ചിരിക്കെ പദ്ധതി നടപ്പായില്ല എങ്കിലും സഹോദരങ്ങളായ കിങ് ഇൽ ഹ്യോക്കും കി ഇ ഹ്യോക്കും അതീവ രഹസ്യമായി പദ്ധതി ഒരുക്കി. വലിയ പദ്ധതിയാണ് ഒരുക്കിയത്. ഇവരിൽ അനുജനായ കിം ഇ ഹ്യോക്ക് അതിനായി മത്സ്യബന്ധനം പരിശീലിക്കുന്നതിന് തീരപ്രദേശത്തേക്ക് പോയി. തുടർന്ന് ബോട്ട് വാങ്ങുകയും പ്രാദേശിക സുരക്ഷാ ഏജന്റുമാരെ കൈക്കൂലി നൽകി സ്വാധീനിക്കുകയും ചെയ്തു. റഡാറുകളുടെയും സ്ട്രിക്റ്റായ ഉദ്യോഗസ്ഥരുടെയും പിടിയിൽപ്പെടാതെ കടൽ വഴി പലായനം ചെയ്യാനായിരുന്നു പദ്ധതി. യോജിച്ച കാലാവസ്ഥ തിരഞ്ഞെടുത്തു. സത്യത്തിൽ ഇത് ജീവന് പോലും വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന കാലമായ ഏറ്റവും മോശം കാലാവസ്ഥയാണ് രാജ്യം വിടാൻ അനുയോജ്യമെന്നായിരുന്നു കണ്ടെത്തൽ. കാരണം പിടികൂടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മെയ് ആദ്യവാരത്തിലെ ഒരു ദിവസം അങ്ങനെ ബോട്ട് ഇറക്കാൻ അവസാനം അവർ തീരുമാനിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 9 പേരുണ്ട് കുടുംബത്തിൽ. പല തടസ്സങ്ങളുണ്ടായിരുന്നു. പൗരന്മാരുടെ പലായനം തടയാനായി ഏകാധിപത്യ ഭരണകൂടം കൊണ്ടുവന്ന ഒരു നിയന്ത്രണം സ്ത്രീകൾക്ക് ബോട്ട് യാത്ര അപ്പാടെ വിലക്കുകയാണ്. അതും മറികടക്കേണ്ടതുണ്ട്. ഖനിപ്പാടങ്ങളിലൂടെ കാൽപ്പാടുകൾ പതിയാത്ത വിധം പതുങ്ങി തീരം പിടിക്കാൻ അവർ തീരുമാനിച്ചു. യാത്രാവേളയിൽ കിങ് ഇൽ ഹ്യോക്കിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. സാഹസിക യാത്രയ്ക്ക് അവർ ആദ്യം മടിച്ചു. എന്നാൽ ഏറെ കാലത്തെ അത്യന്തം അപകടകരമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് യാത്ര തരപ്പെടുന്നത് എന്നും ഇനി ഒരു അവസരം ലഭിക്കില്ലെന്നും നടത്തിയ തയ്യാറെടുപ്പുകൾ ഭരണാധികാരി അറിഞ്ഞാൽ ജീവൻ പോകുമെന്നും അതിനാൽ മറ്റു വഴികളില്ലെന്നും ബോധ്യപ്പെടുത്തി അവരുടെ മനസ്സു മാറ്റി യാത്രയ്ക്ക് സന്നദ്ധയാക്കി. 6ഉം 4ഉം വയസ്സുള്ള കുട്ടികളാണ് ഉള്ളത്. അവർക്ക് ഉറക്ക ഗുളിക നൽകി ചാക്കുകളിലാക്കി കെട്ടി സൂക്ഷിച്ചു. ബോട്ടിന്റെ ശബ്ദം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ യന്ത്ര സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ നേരത്തെ തന്നെ വരുത്തി വച്ചിരുന്നു. വേഗം കുറച്ച് ഓടിക്കുക വഴി ഒട്ടും ശബ്ദമുണ്ടാകില്ല എന്ന് പിന്നീട് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. ആയുധങ്ങൾ കരുതിയിരുന്നു. പുരുഷന്മാർ വാളുകൾ കയ്യിൽ വെച്ചു. അഥവാ തീരസംരക്ഷണ സേന അടുത്തെത്തുകയാണെങ്കിൽ അവർക്ക് നേരെ പ്രയോഗിക്കാനായി മുട്ടത്തോടുകളിൽ മുളകുപൊടി നിറച്ച് എല്ലാവരും പോക്കറ്റുകളിൽ കരുതി വച്ചു.
സ്ത്രീകൾ വിഷവും കരുതിയിരുന്നു. യാത്ര തുടർന്നു. ശ്രമം ലക്ഷ്യം കണ്ടു. ഭീകര ഭരണകൂടത്തിന്റെ കണ്ണുവെട്ടിച്ച് അവർ ദക്ഷിണ കൊറിയൻ സമുദ്രമേഖലയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ദക്ഷിണ കൊറിയൻ നാവികസേനയ്ക്ക് പിടികൊടുത്തു. ഉത്തര കൊറിയൻ ഭീകരതയിൽ നിന്ന് രക്ഷ തേടി പലായനം ചെയ്ത് എത്തിയവരാണ് എന്നറിയിച്ചതോടെ അവിടുത്തെ സൈന്യം അംഗീകാരം നൽകി. അങ്ങനെ സിയോളിൽ ജീവിതം ആരംഭിച്ചു. 4 മാസം പിന്നിട്ടപ്പോൾ കിം ഇൽ ഹ്യോക്കിന്റെ ഭാര്യ കുഞ്ഞിന് ജന്മം നൽകി. അല്പം കഴിഞ്ഞ് ഒരു ഡൈവിങ്ങിനിടെ കിം ഇ ഹ്യോക്ക് മുങ്ങി മരിച്ചത് ദുഃഖകരമായെങ്കിലും മരിക്കും മുൻപ് സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു ശ്വസിക്കാനായല്ലോ എന്നതിൽ ആ കുടുംബം സംതൃപ്തി കണ്ടെത്തി. ഇപ്പോൾ ഷെഫ് ജോലി ചെയ്തു വരുന്ന കിം ഇൽ ഹ്യോക്കിന്റെ ഉത്തര കൊറിയയിലെ പേടിപ്പെടുത്തുന്ന ജീവിതത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് എങ്ങും.